കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങളാണ്, മനസാക്ഷിക്ക് നിരക്കാത്ത വസ്തുതകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ 35-കാരൻ അനിലിനെ അധ്യാപകനെന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത്രമേൽ ക്രൂരമാണ് അയാളുടെ വൈകൃത മനസ്സ്. ഒരു 12 വയസ്സുകാരൻ സ്വന്തം അധ്യാപകനിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെപ്പറ്റി ഈ വർഷം ആദ്യമാണ് പുറം ലോകമറിയുന്നത്. പാലക്കാട് മലമ്പുഴയിലെ ഒരു സ്കൂളിലെ സംസ്കൃതാധ്യാപകൻ അനിൽ നടത്തിയ ക്രൂര ലൈംഗിക വൈകൃതം. നവംബർ 29-നായിരുന്നു പരാതിക്കടിസ്ഥാനമായ സംഭവം. സ്കൂൾ കായികമേളയിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്ക് അധ്യാപകൻ വിരുന്നൊരുക്കിയിരുന്നു. ഇതിൽ ഒരു കുട്ടി എത്തിയില്ല. പിന്നീട് ഒരു ദിവസം അവനെ തന്റെ വാടക വീട്ടിലേക്ക് അനിൽ വിളിച്ചു വരുത്തി. മദ്യം നൽകി 12-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഭയന്നുപോയ 6-ാം ക്ലാസ്സുകാരൻ പീഡന വിവരം സഹപാഠിയോട് പറഞ്ഞു. അങ്ങനെയാണ് സ്കൂൾ അധികൃതർ കാര്യമറിയുന്നത്. എന്നാൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് മെല്ലപ്പോക്ക് സമീപനമാണുണ്ടായത്. പോലീസിലോ ചൈൽഡ് ലൈനിലോ കൃത്യസമയത്ത് പരാതി കൈമാറിയില്ല. അതായത് ഡിസംബർ 18-ന് സ്കൂളിൽ പരാതി നൽകിയിട്ട് 2 ആഴ്ച പിന്നിട്ട് ജനുവരി 3-ാം തീയതിയാകേണ്ടി വന്നു മലമ്പുഴ പോലീസിൽ പരാതിയെത്താൻ. സംഭവത്തിൽ സ്കൂളിനെതിരെ ഗുരുതര കണ്ടെത്തലുമായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടായിരുന്നു. പീഡന വിവരമറിഞ്ഞിട്ടും 1 മാസത്തോളം അത് മറച്ചുവെച്ചുവെന്ന ഗുരുതര കണ്ടെത്തൽ. ഈ കേസുമായി ബന്ധപ്പെട്ട പിന്നാലെ പുറത്തുവന്നത് വലിയ വെളിപ്പെടുത്തലുകളാണ്. ഒരു വിദ്യാർത്ഥി തനിക്ക് നേരിട്ട ദുരനുഭവം, അതും സ്വന്തം അധ്യാപകനിൽ നിന്ന് നേരിട്ട ലൈംഗികാതിക്രമം സ്കൂൾ അധികൃതരോട് തുറന്നു പറഞ്ഞിട്ടും എവിടെയാണ് സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയത്? എന്തുകൊണ്ടാണ് ഇത്രയുമധികം കാലതാമസം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായത്? ഈ അധികൃതർ ആരുടെ ഭാഗത്തായിരുന്നു? അപരാധിയുടെ ഭാഗത്തോ അതോ നിരപരാധിയായ കുഞ്ഞിന്റെ ഭാഗത്തോ? 5 കുട്ടികൾ നിലവിൽ അനിലിനെതിരെ പരാതിയുമായി എത്തി. സ്കൂളിൽ വെച്ചും ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് മൊഴിയിലുള്ളത്. അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് അയാളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നത്. താൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങളടക്കം. ഈ കേസിന്റെ ഗൗരവം വർദ്ധിക്കുകയാണ്. ഇനിയും കുട്ടികൾ പരാതിയുമായി രംഗത്തു വരാനാണ് സാധ്യത. പരാതി നൽകിയ കുട്ടികളെ രക്ഷിതാക്കൾക്കൊപ്പമിരുത്തി വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനായി വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. അനിലിന്റെ മൊബൈൽ ഫോണിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടെത്തിയതോടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഇയാളുടെ ഫോൺ സൈബർ ക്രൈം വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. കുട്ടികളുടെ ദൃശ്യങ്ങൾ അനിൽ ദുരുപയോഗം ചെയ്തോ എന്നും അന്വേഷിക്കുന്നുണ്ട്. അധ്യാപകനെന്നാൽ അർത്ഥമെന്തെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ അനിൽ മാതൃകാപരമായ ശിക്ഷ നേരിടേണ്ടതുണ്ട്. ഇത്തരം പെഡോഫൈലുകൾ അധ്യാപകരുടെ രൂപത്തിൽ പോലും എത്തുന്നു എന്നുള്ളത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ്.